അബാൻ ജംഗ്ഷന് സമീപം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇയാൾ മരിച്ചത്? വാഹനം തലയിലൂടെ കയറിയതാണ് എന്നുള്ള സംശയം, ആ നിഗമനം അത് ഉറപ്പിക്കുകയാണോ ഇപ്പോൾ പോലീസ്? ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് പത്തനംതിട്ട ടൗണിലെ അബ്ബാൻ ജംഗ്ഷന് സമീപം പ്രധാനപ്പെട്ട റോഡിൽ നിന്നും അകത്തേക്കുള്ള ചെറിയ ഒരു ഇടവഴിയിൽ ഈ ഒരു യുവാവിന്റെ മൃതദേഹം രാവിലെ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചയ്ക്കാണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ 6 മണിയോടുകൂടിയാണ് അതുവഴി പോകുന്ന ആളുകൾ ഒരാൾ തല തകർന്ന നിലയിൽ റോഡിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പത്തനംതിട്ട പോലീസിനെ വിവരം അറിയിച്ചു. പത്തനംതിട്ട പോലീസ് സ്ഥലത്തേക്ക് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. ഈ പ്രധാന റോഡിൽ നിന്നും ഈ മൃതദേഹം കണ്ടെത്തിയ ആ ഒരു ഉപറോഡ് ഒരു ചിക്കൻ സെന്ററിലേക്കാണ് പോകുന്നത്. അവിടെ സ്ഥിരമായി രാത്രി കാലങ്ങളിൽ കോഴികളെ ഇറക്കുന്നതിനായി വാഹനങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഏതോ ഒരു വാഹനം പുറകോട്ടേക്ക് എടുത്തപ്പോൾ അവിടെ കിടക്കുകയായിരുന്ന ഈ അതിഥിത്തൊഴിലാളികളുടെ തലയിൽ കൂടി കയറിയതാണ് എന്നാണ് പോലീസ് പ്രാഥമികമായി ഇപ്പോൾ കരുതുന്നത്. ഏതായാലും അതിനുശേഷം ഈ ഏതൊക്കെ വാഹനങ്ങളാണ് ഈ ചിക്കൻ സെന്ററിൽ വന്നിട്ടുള്ളത് എന്നുള്ള വിവരം പോലീസ് ശേഖരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയ വാഹനങ്ങളുടെ നമ്പറുകൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇന്ന് പുലർച്ചെ തന്നെ പത്തനംതിട്ട പോലീസ് കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് ഒരു വാഹനത്തെയും ഒപ്പം തന്നെ അതിലുണ്ടായിരുന്ന ഡ്രൈവറെയും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ബംഗാൾ സ്വദേശിയായിട്ടുള്ള 30 വയസ്സുള്ള യുവാവാണ് മരിച്ചതെന്നാണ് പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മനഃപൂർവ്വമല്ല, മറിച്ച് വാഹനം പുറകോട്ടേക്ക് എടുത്തപ്പോൾ തലയിൽ കൂടി വാഹനത്തിന്റെ ടയർ കയറിയതാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ